ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹലോ സെൻസി. Okay, great. Number 1, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിലിടും ആസ് എ കേസ് സ്റ്റഡി. ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ. നമ്പർ 2, പൊളിറ്റിക്സ്, റിലീജിയൻ, ബിസിനസ് എല്ലാം മറ്റുള്ള ആളുകളെ കുറിച്ചിട്ടാവരുത്. നിങ്ങൾ സ്വന്തം ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിന് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുക. അറിയോ ഓക്കെ വിത്ത്? ഓക്കെ സർ. ഓക്കെ, റൈറ്റ്. എന്താണ് ഈ ഒരു 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? ക്ലാരിറ്റിയോടുകൂടി പറയും. എനിക്ക് ഈ മാസം ലാസ്റ്റ് ആയിട്ട് ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അത് എന്നെ മടി കാരണോ മറ്റു കാരണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു അക്കൗണ്ടിങ് പാർട്ട്ണർ. ഓക്കെ. ഈ മാസം അവസാനം നിങ്ങളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആ സബ്മിഷൻ ചെയ്യുന്ന ആ പ്രൊജക്റ്റ് അംഗീകരിക്കും വേണം. ഇസ് ഇറ്റ് റൈറ്റ്? വെറുതെ സബ്മിറ്റ് ചെയ്തൊരു കാര്യമില്ലല്ലോ, അത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്തിട്ട് ഇറ്റ് ഹാസ് 2 രീതിയിൽ ഇതിൽ നോക്കാം. ഓക്കെ, 2 രീതിയിൽ നോക്കാം. ഒന്നാമത്തേത് മടി കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണില്ല എന്നുള്ള ഒന്ന്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നല്ല ടാലൻറ്റ് ഇല്ലാത്ത കാരണം സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാം. ഓക്കെ, ദാറ്റ്സ് 1 സെനാരിയോ. രണ്ടാമത്തെ സെനാരിയോ എടുക്കാം. അതായത് നിങ്ങൾ നല്ല പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഡെഡ് ലൈനുള്ള ആ ദിവസം തന്നെ അതിന് മുമ്പ് സബ്മിറ്റ് ചെയ്ത്, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, അതായത് അത് റിസീവ് ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾ ഫേവറബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ക്വാളിറ്റി ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ അവരുടെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. മനസ്സിലായല്ലേ? അല്ലെങ്കിൽ നാലാമത്തെ അവർക്ക് നിങ്ങളെക്കാളും ഇഷ്ടമുള്ള വേറെ ആളുണ്ടാവും. മനസ്സിലായി? അപ്പോൾ ഒരുപാട് എത്ര പേര് അംഗീകരിക്കേണ്ട യെസ് എന്ന ടൈപ്പ് ചെയ്യാം, എത്ര പേര് അംഗീകരിക്കേണ്ടത്? ചിലപ്പോൾ നമ്മൾ ഏറ്റവും നമ്മളെ ടൈമും ഫാമിലിക്കൽ ടൈമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എല്ലാ പ്രൊജക്റ്റും ചെയ്ത് നമ്മൾ വിചാരിക്കും ഇത് ഇപ്പം കിട്ടും വിചാരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ അപ്പുറത്തുള്ള ആളുടെ മനസ്സ് വ്യത്യാസമുണ്ട്. ശരിയല്ലേ? അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നിങ്ങളുടെ കാരണമാണോ ആ ഡെഡ് ലൈൻ അല്ലെങ്കിൽ ആ അപ്രൂവൽ കിട്ടാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി കൊടുത്തിട്ടും അപ്രൂവൽ കിട്ടില്ലേ? എവിടെയാണ്? എന്റെ മടി കാരണം മാത്രമാണ്, വേറെ ഒന്നും പ്രശ്നമല്ല. അത് നിങ്ങൾ അംഗീകരിക്കണ്ടോ? യെസ്. അപ്പോൾ ഈ ഭാഗത്താണെങ്കിൽ നിങ്ങളെ കുഴപ്പമാണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ബോസിന്റെ കുഴപ്പമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്റെ കാരണം, നിങ്ങളെ കാരണം. താങ്ക് യു വെരി മച്ച്. അത് നല്ലൊരു ഇതാണ്. ഹൗ മെനി ഓഫ് യു ഗോട്ട്? ഇതിനെ നമ്മൾ ക്ലാരിറ്റി എന്ന് പറയാം. നമ്മൾ ഒരു ചോദ്യം ചാടി പിടിച്ച് എടുക്കരുത്. എനിക്ക് എല്ലാവരും നന്നാക്കാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല, ഞാൻ ആരെയും നന്നാക്കണമില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലാരിറ്റി കിട്ടണം. ഈ ക്വസ്റ്റ്യന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ, 1 മിനിറ്റ് അല്ല, ശരിക്കും 45 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്താണ് ഗോൾ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള 45 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞു തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലയെന്നാണ്. എത്ര പേർക്ക് മനസ്സിലായത്? 45 എന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാവരും 45 എന്ന് ടൈപ്പ് ചെയ്യാം. 45 സെക്കൻഡ്. 100 പേരുണ്ട്, 100 പേരും ടൈപ്പ് ചെയ്യാം. 45 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പറയാൻ പറ്റണം. അത് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പം, ഇതേപോലത്തെ കോച്ചിങ് സെഷനൊക്കെ ചെയ്യുമ്പം നമ്മൾ പറഞ്ഞ ഇൻ 1 സെൻറ്റൻസ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പല പ്രശ്നം കണ്ടിട്ടുണ്ടോ? പക്ഷേ പറയുന്നവർ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചു പിടിച്ച് കൊണ്ടോ? ഞാൻ ഒരു നിർത്തില്ല. ഞാൻ പറയും ഒരു സെക്കൻഡ്, നിങ്ങൾ ഒറ്റ സെക്കൻഡ് ഇതിനോട് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഇവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്താ ചോദ്യം എന്നുള്ളത്. പക്ഷെ അവിടെ ഞാൻ നിർത്തിയിട്ട് പിന്നെ ആ ക്വസ്റ്റ്യൻ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണ്ടിയിരുന്നു.
അതായത് ഇദ്ദേഹത്തിന്റെ കാരണം ഇവരെ കാരണമാണോ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്ന വ്യക്തിന്റെ കാരണം. അപ്പൊ ഇവര് ശരിക്കും അംഗീകരിച്ച് ഇതിന്റെ കാരണം എന്ന് മനസ്സിലായി. ഇനി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം യു ക്യാൻ ബ്രിങ് മോർ ആൻഡ് മോർ ക്ലാരിറ്റി ഇതിൽ കൂടെ കിട്ടാൻ പറ്റും. റൈറ്റ്. അപ്പം ഇവിടെ നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ സബ്മിഷൻ അല്ല, മെയിൻ ഇഷ്യൂ പ്രോക്രാസ്റ്റിനേഷൻ ആണ്. ശരിയാണോ? അതെ. സബ്മിഷൻ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു സബ്മിഷൻ വരുമ്പോൾ അതിന് മാത്രമാണോ ഈ പ്രോക്രാസ്റ്റിനേഷന്? ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമാണ്, ബാക്കി എല്ലാത്തിലും ഞാൻ സൂപ്പറാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ മനസ്സിലായി. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യണേ. ഇവിടെ ഉള്ള എല്ലാവരും 100 പേരും എത്ര പേർക്ക് മനസ്സിലാവും? ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാരിറ്റി കിട്ടണം. അല്ലാതെ നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല. ഡോണ്ട് മേക്ക് ആൻ ആസ് ഓഫ് യുവർ സെൽഫ് എന്ന് പറയാം. നിങ്ങൾ തന്നെ ഒരു കഴുത ആക്കരുതെന്ന് പറയില്ല. ആസ് എന്ന് വെച്ചാൽ കഴുത എന്നുള്ള. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു പൊട്ടനല്ല കഴുത ആക്കരുത്. നിങ്ങൾ അസ്യൂം ചെയ്യണമായിരിക്കില്ല ചിലപ്പോൾ മറ്റാളുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം ചോദിക്കുക, അപ്പം ക്ലിയർ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഗ്രേറ്റ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് മാത്രമാണ് നിങ്ങൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 2-3 കാരണങ്ങളുണ്ടാകും. ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ടാലൻറ്റ്, സ്കില്ല്, ടൈം, ടീം, നോളജ് അതിൽ ചിലപ്പം കുറവുണ്ടായിരിക്കാം. ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒന്നായിരിക്കും അത് ആയിരിക്കും. രണ്ടാമത്തത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടാത്ത കാര്യമായിരിക്കാം. അല്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് യാതൊരു കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ കാരണം അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാവില്ല. ഓക്കെ, ഇൻകം ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് അതിനോട് പാഷൻ ഇല്ല, അതിന് കൂടുതൽ വാല്യൂ കൊടുക്കണില്ല. അപ്പോൾ 3 സ്റ്റേജസ് ഞാൻ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ വാല്യൂ കൊടുക്കണില്ല. രണ്ടാമത്തത് അതിൽ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് അത്രയും നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, അത് വാല്യൂവിനോട് ചെറുതായിട്ട് കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ, റിസോഴ്സ് നിങ്ങൾക്ക് ആയത് റിസോഴ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിസോഴ്സ്ഫുൾ അല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയാം. അതായത് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കില്ല. എവിടെയാണ് നിങ്ങൾക്ക് എടുക്കണം? എന്റെ പ്രശ്നം ഈ വർക്ക് എനിക്ക് പാഷനേറ്റ് അല്ലാത്തൊരു വർക്കാണ്. കാരണം എനിക്ക് ഇഷ്ടം. മതി അവിടെ മാത്രം മതി. കണ്ടോ, എല്ലാവർക്കും എത്ര പേർക്ക് മനസ്സിലായി? അല്ല, എത്ര പേര് ഇത് പഠിക്കണ്ട്? ക്രിസ്റ്റൽക്കില്ലാത്ത ടൈപ്പാ. നമ്മളിങ്ങനെ ചൂണ്ടലിട്ട് ഇങ്ങനെ പോകണം. വെറുതെ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ സമയം കളയുള്ളൂ, 2 സമയം പോകും. ഓക്കെ, അപ്പോൾ കണ്ടോ, എനിക്ക് ഇതിന് പാഷനേറ്റ് അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേതൊക്കെ ഒഴിവാക്കിയിട്ട് ആ പാഷനിലേക്ക് പോകാം. ഓക്കെ, പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്യണത്? ഇതൊരു വലിയ പ്രൊജക്ടിന്റെ ചെറിയ പാർട്ടാണ്. അപ്പോൾ സബ് കോൺട്രാക്ടർ ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ആൻഡ് ഗ്രോത്ത്, മൈ കരിയർ ഗ്രോത്ത്. അവിടെ അംഗീകാരം വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല അത്. അതിൽ ഈ ഒരു പാർട്ട് മാത്രം ഇഷ്ടമല്ല, ബാക്കി എല്ലാം ഇഷ്ടമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ട്രെയിനിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ട്രെയിനിങ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. എയർലൈനിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിന് DGR എന്ന് പറയാം. ഓക്കെ, DGR അത് പൈലറ്റ്മാരെ പഠിപ്പിക്കണം, ക്യാബിൻ ക്രൂകളെ പഠിപ്പിക്കണം, എയർപോർട്ടിനെ പഠിപ്പിക്കണം, എല്ലാ സ്ഥലത്തും അറിയേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ഒരു ടോപ്പിക്കാണ് അത്. ഈ സബ്ജക്റ്റ് നമ്മൾ പൈലറ്റ്സിനെ പഠിപ്പിക്കുമ്പോൾ ഏകദേശം 5 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. മാക്സിമം 5 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ഇത് ഒരു എയർപോർട്ട് സ്റ്റാഫിനെ പഠിക്കുമ്പോൾ ഏകദേശം 5-6 മണിക്കൂർ ഉണ്ടാവും. അതേ സമയത്ത് ഇത് കാർഗോ സ്റ്റാഫിനെ, അതായത് എയർലൈനിലുള്ള കാർഗോ സ്റ്റാഫിനെ പഠിപ്പിക്കണമെങ്കിൽ 7 ദിവസം പഠിക്കും. ഇത് സെയിം ടോപ്പിക്കാണ്, പക്ഷെ അത് കൂടുതൽ ഇത്ര കട്ടിയുള്ള ബുക്കാണ്. അപ്പം എല്ലാവർക്കും മടിയുള്ള സബ്ജക്റ്റാണ്. കാരണം നമുക്ക് ഏത് സെക്ഷൻ, ഏത് പേജ്, ഏത് പാരഗ്രാഫ്, ഏത് സബ് പാരഗ്രാഫ്, ഏത് സബ് പാരഗ്രാഫ് അതൊക്കെ അറിഞ്ഞിരിക്കണം. അത്രയും ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ് ആയിരുന്നു അത്. പക്ഷേ ആ എയർലൈനിൽ അറിയപ്പെടുന്ന ഇൻസ്ട്രക്ടർ, ആ സബ്ജക്റ്റിലെ ആ ഒരു ടോപ്പിക്കിലെ എക്സ്പെർട്ടായിട്ട് അയാൾ ഞാൻ തന്നെ. എത്ര ഡേഞ്ചേഴ്സ് ഗുഡ്സ് എക്സാക്ട്ലി കറക്റ്റ്. അതിൽ എക്സ്പെർട്ട് ഞാൻ. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാ. എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ അത് റിസൈൻ ചെയ്ത് വന്നിട്ടും ഓരോ കമ്പനിയുടെ CEOs ഒക്കെ എന്നെ വിളിച്ചിട്ട് അതിനോട് പറ്റിയിട്ട് ഡൗട്ട് ചോദിക്കില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ഞാൻ എക്സ്പെർട്ട് ആയിരുന്നു. നിങ്ങളുടെ സ്ഥിതിഗതികൾ ഏകദേശം എന്നിട്ട് മാച്ച് ചെയ്യണ്ട അല്ലേ? എത്ര പേർക്ക് മനസ്സിലായി? ഇടയ്ക്ക് കോച്ചിങ് സ്റ്റോറി പറയണം. യു മസ്റ്റ് ബി ഏബിൾ ടു നറേറ്റ് എ സ്റ്റോറി ഇൻ ഓർഡർ ടു കണക്ട് വിത്ത് യുവർ ക്ലയൻറ്റ്. എത്ര പേർക്ക് മനസ്സിലായി? ഗോട്ട് ഇറ്റ് ടൈപ്പ് ചെയ്യാം. ടെൽ എ സ്റ്റോറി, കണക്ട്. അപ്പോൾ ക്ലയൻറ്റിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമർ ആവാം, ക്ലയൻറ്റ് ആവാം, ആര്. ടെൽ എ സ്റ്റോറി.
ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ സ്റ്റോറി കൊണ്ടിട്ട് 5 മണിക്കൂറത്തെ സിനിമ ആക്കരുത് കേട്ടോ. ഒരു മിനിറ്റ് 2 മിനിറ്റ് കഥ പറയാ, കണക്ട് ചെയ്യുക, വീണ്ടും പോവാം. അപ്പോൾ സോ യു ഹാവ് എൻ അലൈൻമെന്റ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കുള്ള ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ടു ബി സർട്ടിഫൈഡ് ആസ് XYZ, അതല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് എത്ര പ്രൊജക്ട് ചെയ്താലാണ് സർട്ടിഫിക്കേഷൻ കിട്ടുക? വലിയ പ്രൊജക്റ്റാണ് നിങ്ങൾ പറഞ്ഞു. എത്ര പ്രൊജക്ട് ചെയ്താലാണ് സർട്ടിഫിക്കേഷൻ കിട്ടുക? എത്ര മണിക്കൂർ? വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ? അതിന് ഈ 28-ന് എനിക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം 4 hours എങ്കിലും വർക്ക് ചെയ്യണം. മിനിമം 4 hours വർക്ക് ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് 28-നല്ല, ഈ മാസം 28-ന്, ഈ മാസം ഡിസംബർ ആണ് പറഞ്ഞത്. ഇന്നാണെങ്കിൽ 15th ആണ്. എത്ര ദിവസമുണ്ട് ഇനി? എത്ര ദിവസമുണ്ട് ഇനി? 13 ദിവസം. ഈ 13 ദിവസം ഇത് നിങ്ങൾ ശരിക്കും, നിങ്ങൾക്ക് അതിന് നോളജ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. നോളജ്, സ്കില്ല്, എക്സ്പീരിയൻസ്, എക്സ്പെർട്ടീസ് അതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആകെ ഇല്ലാത്തത് അതിനുള്ള ക്ഷമ ഇല്ല. എനിക്ക് അതിന്റെ ഇടയിൽ വേറെ വർക്കുകളൊക്കെ ഉണ്ട്. അത് കിട്ടിയാൽ ഞാൻ അതിൽ കയറി പോവും. ഇത് ഞാൻ അവിടെ ഇടും. മറ്റേ വർക്കിൽ പൈസ കിട്ടുന്ന വർക്കാണോ? അല്ലല്ല, പൈസക്ക് എല്ലാത്തിനും ഒരുപോലെ. ഞാൻ റിസർച്ച് സ്കോളറാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ അത് കിട്ടുമ്പോൾ അതിനോട് കുറച്ചും കൂടി പാഷനേറ്റ് ആയിരിക്കും, അല്ല അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ യു ഗോ ടുവേർഡ്സ് ദാറ്റ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ തവളകളുണ്ട്. ഓക്കെ, ചെറിയ തവള. ആ തവളനെ ഭയങ്കര സുഖമാണ് കഴിക്കാൻ. എനിക്കറിയാം, തവള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അർപ്പമുണ്ടെന്നുള്ള എനിക്കറിയാം. ആ തവള കഴിക്കാൻ വലിയ സുഖമാണ്. പക്ഷെ അവിടെ ഒരു വലിയ തവള ഉണ്ട്. ആ തവള നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എല്ലാ ദിവസവും ആ തവള കുറച്ചും കൂടെ വലുതാവണം, വീണ്ടും വലുതാവണം, വീണ്ടും വലുതാണ്, വീണ്ടും വലുതാവണം. 28-ാം തീയതി, ഡിസംബർ 28-ാം തീയതി ആകുമ്പോഴേക്കും ആ തവള നമ്മളെക്കാളും വലുതായിട്ടുണ്ടാവും. 28-ാം തീയതി ആ തവള നമ്മളെ പിടിച്ച് കടിക്കും. ആ വലിയ തവളക്കുള്ള പേരാണ് ടാസ്ക്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. മറ്റതൊക്കെ സ്മോൾ ടാസ്കുകളാണ്. നിങ്ങൾ ഈ ഒരു വലിയ ടാസ്ക് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ടാസ്ക് കാണുമ്പോൾ സന്തോഷം ചെറിയ ടാസ്ക് കഴിക്കാനാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? ഇതിൻ്റെ തിയറി അല്ല, ഇത് ബ്രാൻഡ് ട്രേസിൻ്റെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ള ബുക്ക് എന്നുള്ള തിയറി ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് നമ്മൾ തൊടയില്ല. ചെറിയ ടാസ്ക് വരുമ്പോൾ അത് മാത്രം ഇങ്ങനെ നമ്മൾ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും, അതിൽ സന്തോഷം കണ്ടെത്തും. പക്ഷേ വൈകുന്നേരം എൻഡ് ഓഫ് ദ ഡേ വെൻ യു ലുക്ക് ബാക്ക്, ആ വലിയ ടാസ്ക് അപ്പോൾ അതേപോലെ ഇരിക്കുന്നുണ്ട്, അത് വലുതായിട്ടുണ്ടാവും. കാരണം ഡെഡ് ലൈൻ അടുത്തേക്ക് വരികയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ കേസ്. അതന്നെ 1.5 വർഷമായിട്ട് നീട്ടിവെച്ചു. ഇപ്പം ഡെഡ് ലൈൻ 28-ാം തീയതി. ഡെഡ് ലൈൻ അല്ല, അത് അവർക്കൊരു നഷ്ടമില്ല, എനിക്കാണ് നഷ്ടം വരുന്നത്. എന്റെ റെസ്യൂമിൽ ആഡ് ചെയ്യാനുള്ളതാണ്, പക്ഷെ എനിക്കാണ് നഷ്ടം വരുന്നത്. നിങ്ങൾക്ക് 13 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ 13 ദിവസം മാറ്റിയാൽ നിങ്ങൾക്ക് ജീവിതം കംപ്ലീറ്റ് മാറ്റി എഴുതിക്കൂടെ? പറ്റും. വലിയൊരു സമാധാനം കിട്ടും എനിക്ക്. അതിന് ഈ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ടാസ്കുകളൊക്കെ നിർത്തിക്കൂടെ 13 ദിവസത്തിന്? നിർത്താം. ഇതാണ് പ്രയോറിറ്റി. മറ്റേത് നമുക്ക് അടുത്ത മന്തിലേക്ക് വേണമെങ്കിൽ നീട്ടിവെക്കാം. ചെയ്തൂടെ? ഞാൻ ഒരുപാട് കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ 500 ആൾക്കാർക്ക് കാലിക്കറ്റ് വെച്ച് ഞാൻ റിയാസ് ഹക്കീം ചെയ്തതായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻസ്. ഈ ഒരു മാസം ഡിസംബർ മാസത്തിൽ അതായിരുന്നു ഇമ്പോർട്ടൻസ്. അതിന് കാരണം ഡിസംബറിൽ ഒരു കോഴ്സ് ഞാൻ നടത്തിയിട്ടില്ല. എല്ലാവരും ഞാൻ പറഞ്ഞത് ആഫ്റ്റർ 15th എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ കോഴ്സ് വന്നാൽ എനിക്ക് ജസ്റ്റ് ഇരുന്ന് എടുക്കാനേ ഉള്ളൂ. കൂടുതൽ LMSലുണ്ടാവും ആ കോഴ്സ്, എനിക്ക് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ, പൈസയും കിട്ടും. പക്ഷെ ഞാൻ ഈ ചെയ്യാത്ത കാരണം വെച്ചാൽ ഞാൻ ഫോക്കസ് പോവും, ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ആര് ചോദ്യം ചോദിച്ചാലും ആഫ്റ്റർ 15th ഞാൻ പറയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്കറിയില്ല. ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ മറ്റുള്ളതൊന്നും നീട്ടി വെക്കുന്നോണ്ട് പ്രശ്നമല്ല. പക്ഷെ ഇത് ഇനിയും നീട്ടി വെച്ചാൽ മറ്റുള്ളതും അതിന്റെ കൂടെ നീണ്ടുപോകും. അപ്പൊ എല്ലാത്തിലും പ്രശ്നം വരും. ഉറപ്പല്ലേ? അതെ, അതെല്ലാം അറിയാം. 3 സ്റ്റെപ്പ് എന്താ നിങ്ങൾ ഇന്നേ വരെ ചെയ്യാത്ത? ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ല നിങ്ങൾ കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കോച്ചിങ്ങിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നേ വരെ ചെയ്യാത്ത 3 കാര്യങ്ങൾ ഈ 13 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് റെസ്യൂമിൽ വരും, നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, ഫ്യൂച്ചർ കംപ്ലീറ്റ് മാറ്റും. What are the 3 things that you're going to do that you have never done that before for the next 13 days? Number 1. Set a timetable. Set a timetable. Okay.
ടൈം ടേബിളിന്റെ ഒപ്പം വർക്ക് ചെയ്യുക, അത് തന്നെ ഡിസിപ്ലിൻ ഫോളോ. ഡിസിപ്ലിൻ. ഓക്കെ. നമ്പർ 3. ടൈം മാനേജ്മെന്റ്. അത് ഇതിനൊരു ഭാഗമാണ്. അതിന്റെ ഭാഗമായി വരും. ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. വാട്ട് എൽസ്? നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്? നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പറയും. ഓക്കെ. ഡിസ്ട്രാക്ട് ചെയ്യുന്ന മറ്റു വർക്കുകൾ വരാറുണ്ട്. അത് തൽക്കാലത്തേക്ക് നോ പറയണം. നോ ഒന്നും പറയണ്ട. 28 അടുത്ത വർഷം മുതൽ പറയാം. ഓക്കെ. നെക്സ്റ്റ് മന്ത് 30 എത്ര പേര് അംഗീകരിക്കേണ്ട? അപ്പൊ കൃത്യത, നിങ്ങൾക്ക് മനസ്സിൽ കൃത്യത, ഒരു ഡേറ്റാ പറഞ്ഞത്. 1 ജനുവരി മുതൽ ഞാൻ ഏറ്റെടുക്കും. അവരോട് പറയാം വേറെ ടാസ്ക് ഉണ്ട് 1 ജനുവരി വരെ. എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ എപ്പോഴും ഒരു കൃത്യത കൊടുക്കുക എല്ലാത്തിനും. നോട്ട് ഫേഗ് ആയിട്ടൊരു ഇതുള്ള, വേഗ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കരുത്. വളരെ കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ് കൊടുക്കുക. ഓക്കെ. അത് ജനുവരി മുതൽ. വേറെന്താണ് ഡിസ്ട്രാക്ട് ചെയ്യണത്? ഇതന്നെ ഉള്ളൂ. ഇത് തന്നെ ഡിസ്ട്രാക്ഷൻ ഉള്ളൂ. മറ്റൊരു ബുദ്ധിമുട്ട് എനിക്കില്ല. ബ്യൂട്ടിഫുൾ. അപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രം ടാക്കിൾ ചെയ്യാനുള്ളൂ. ഓക്കെ. ഇനി ടൈം സ്കെഡ്യൂൾ. നിങ്ങൾക്ക് ഉറക്കമുള്ള ആളാണോ? ഉറക്കം എനിക്കൊരു 6 hours ഉറങ്ങിയാൽ ഐ എം സാറ്റിസ്ഫൈഡ്. ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഉറങ്ങുന്നുണ്ടോ? ഇപ്പൊ രാത്രി 6 hours ഉറങ്ങും. നൈറ്റ്. എപ്പോഴാണ് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം? എപ്പോഴാണ് പ്രൊഡക്റ്റീവ് ടൈം? രാവിലെ 6 മുതൽ രാത്രി 10 വരെ. ഏത് സമയം ഫ്രീ ടൈം ഞാൻ ഓക്കെയാണ്. അതല്ല, ഞാൻ ഫ്രീ ആണ്. പക്ഷെ ഞാൻ പ്രൊഡക്റ്റീവ് ടൈം രാവിലെ 10 മണി വരെ ഞാൻ പ്രൊഡക്റ്റീവ് ടൈം. ഇപ്പം ഈവനിങ് എത്ര മണി മുതൽ എത്ര മണി വരെ? 4 to 6. അത് നിങ്ങൾ ശരിക്കും എല്ലാം മാറ്റി വെച്ച് പ്രൊഡക്റ്റീവ് ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് ഇത് ചെയ്യുന്ന ടൈമാണ്. ശരിക്കും റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ടൈമാണ്. അപ്പൊ നമുക്ക് അവിടെ 2 മണിക്കൂർ കിട്ടിയില്ലേ? കിട്ടി. ആ 2 മണിക്കൂർ വേറെ ചിന്തയില്ല, നിങ്ങൾ പ്രൊജക്ടിന് വേണ്ടി വർക്ക് ചെയ്തൂടെ? സർ, എന്താ പ്രശ്നം എന്ന് വെച്ചാല് എന്റെ ചിന്ത മറ്റുള്ളതിലേക്ക് പോകുമോ, എന്നെ ഫോഴ്സ് ചെയ്യണം ഒരാളെ എന്നുള്ളത് എനിക്കങ്ങ് തോന്നി പോവാ. അത്രയും മടിയായതുകൊണ്ട്. അപ്പം അത്രയും മടിയുള്ള സംഭവം ആണെങ്കിൽ നിങ്ങൾക്ക് അതിനോട് വാല്യൂ ഇല്ല എന്നാണ്. നിങ്ങൾക്ക് താല്പര്യമില്ല. തീർച്ചയായും നിങ്ങൾക്ക് അതിന് താല്പര്യം. ചിലപ്പം തീരെ താല്പര്യമില്ലാത്ത സബ്ജക്ട് നമ്മൾ ചിലപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കണില്ലേ? അതെ, അതുപോലെയാണ്. അതേപോലെ തന്നെ എനിക്ക് ഇന്നും അറിയാം. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് സ്കൂളിൽ ദോഹയിൽ ആ ഇൻസ്ട്രക്ടറുടെ സംസാരം കേൾക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കളി കയറും. അത്രയ്ക്കും അവരാ ടോണൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു ലൈസൻസ് കിട്ടണ്ടേ എന്ന് വിചാരിച്ച ആ വ്യക്തിൻ്റെ ബാക്കിലാണ് നടന്നത്. 2-3 പ്രാവശ്യം തോറ്റു. എന്നിട്ട് എനിക്ക് പിന്നെ ഇയാളുടെ അടുത്തേക്ക് എന്നെ പോണ്ടേന്ന് ഞാൻ സഹിച്ചിരുന്നു ആ ഡ്രൈവറെ, ഇൻസ്ട്രക്ടറെ. ലാംഗ്വേജും ഒരു വല്ലാത്ത ലാംഗ്വേജ് ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത, ഒരു റെസ്പെക്ട്ഫുൾ അല്ലാത്ത വേയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ എനിക്ക് അദ്ദേഹം അല്ലായിരുന്നു വലുത്, എൻ്റെ ഈഗോ അല്ലായിരുന്നു വലുത്, എനിക്ക് അവിടെ ലൈസൻസ് കിട്ടാനായിരുന്നു വലുത്. ഇവിടെ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കേഷൻ വലുതായി തോന്നുന്നില്ല. ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇത് പകുതി കംപ്ലീറ്റ് ചെയ്തു. ഇത് ഞാൻ November 1 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഭയങ്കര ടഫ്. ഞാൻ കണക്ഷൻ വിട്ടു ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കും എന്നെ ഒന്ന് ഫോഴ്സ് ചെയ്യാൻ വേണ്ടി. അവര് 2 ദിവസം കഴിഞ്ഞാൽ അവര് വിട്ടുപോകും. അങ്ങനെ ഒരു എന്തോ പിന്നിൽ ഒരു ഭയങ്കര ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യുന്നുള്ളൂ. അതാണ്. എനിക്ക് വേണ്ട ഒരു കരാറിലൊക്കെ വരാം, ചിലർക്കൊക്കെ അറിയാതെ. പക്ഷെ ഞാൻ ഭയങ്കര എക്സ്പെൻസീവാ. എത്ര എന്തായാലും കുഴപ്പമില്ല. എനിക്കത് ചെയ്യണം, അത്രേ ഉള്ളൂ. പേടിച്ചിട്ടാണെങ്കിലും ചെയ്യണം. എത്ര ചാർജ് ചെയ്യണം? നിങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം. എത്ര ചാർജ് ചെയ്യണം ഓരോ ദിവസം വെച്ചിട്ട്? എത്ര ചാർജ് ചെയ്യണം ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എത്ര പേര് എന്നോട് കൂറുണ്ടോ നോക്കട്ടെ. അല്ലാണ്ട് 1000 രൂപ കുറവാണോ? 1000 അത് പാരീസ് അല്ലേ? 1000 സൂം കുറവ് 2000. അത് ഏറ്റവും കൂടുതൽ വരുന്ന ഞാൻ ചാർജ് ചെയ്യട്ടാ. ഒരാൾ 10,000 ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ. എങ്ങനെയെങ്കിലും ജെനുവിൻ എക്സ്ക്യൂസ് അല്ലാത്ത എല്ലാം ഞാൻ ചെയ്യണം. ജെനുവിൻ എക്സ്ക്യൂസ് ഉണ്ടാവും, നമ്മളെ ഫാമിലി ഉള്ളതാണ്. ജെന്യൂനായിട്ട് എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു 2 hours നിങ്ങൾ ശരിക്കും മാറ്റി വെക്കണം. ഇപ്പോഴും 2 hours ഉള്ളൂ. നിങ്ങൾ 4 hours എന്നോട് പറഞ്ഞത്. 4 hours വേണം, എന്നാലേ തീരുള്ളൂ. അപ്പൊ 2 hours വേറെ കാണണം നിങ്ങൾ രാവിലെ. അത് ഞാൻ ബിഫോർ നൂൺ 1 hour, പിന്നെ നൈറ്റിലും 1 hour ഇരിക്കാം. അങ്ങനെ തീർക്കണ്ടേ? അതെ, ഇരിക്കാൻ പറ്റും. ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ട് ഇരിക്കണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. എഴുതാൻ മാത്രം പോരല്ലോ, വർക്കൗട്ട് ചെയ്യണ്ടേ? അതെ. ജിമ്മിൽ ഒരാള് ജിമ്മിൽ സ്റ്റെപ്പ് ചെയ്ത് ജിമ്മിൽ പോയി ഇരുന്ന് വെച്ച് വിചാരിച്ച അയാള് ബോഡി ബിൽഡർ ആവില്ലല്ലോ. ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകുന്നുണ്ട്.
ശ്രദ്ധിച്ചു. പക്ഷെ നിങ്ങൾ ഇരിക്കാത്താണ് ബുദ്ധിമുട്ട്. അതെ അതെ ഇരിക്കാത്താണ് ബുദ്ധിമുട്ട്. അതെ. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇരിക്കാൻ? എനിക്ക് ആകെ ഇപ്പൊ എന്റെ മൈൻഡിലുള്ള ഒരു ഐഡിയ, ഒരു ഫോഴ്സ് തന്നെ ഉള്ളൂ. നമ്മളൊരു ടീച്ചർ അടിക്കുന്നു പേടിച്ചാൽ നമ്മളത് ചെയ്യൂലേ, അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ശരിക്കും ഈ 4 hours വെച്ചിട്ട് 13 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തീരുമെന്നാണ് പ്രതീക്ഷ. അല്ല, അത് പ്രതീക്ഷയല്ല. സോറി, പ്രതീക്ഷ ഇല്ല. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? ക്ലാരിറ്റി എന്താണ്? തീരും എന്നുള്ളതാണോ? തീർക്കും. തീരും. ആർക്കെങ്കിലും ഒരാൾക്ക് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആവാൻ പറ്റുമോ? 20% പ്രോഫിറ്റോ? സമത് ഭയങ്കര സമത് എവിടെ നിന്നുള്ള അറിയില്ല. സമത് ശരിക്കും ബിസിനസ്മാനാ. ഓക്കെ, ആരെങ്കിലും അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആവാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടണം. ഐ വോണ്ട് സംബഡി. ഓക്കെ, അവിടെ എനിക്ക് ആഷിഫ്. ഓക്കെ, വെരി ഗുഡ്. ആഷിഫ് നിങ്ങൾ അക്കൗണ്ടബിൾ. എനിക്ക് ആഷിഫ് ആരാന്ന് അറിയില്ല. പക്ഷെ അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ആഷിഫ് ആർ യു സ്ട്രോങ് ഇനഫ് ടു ബി? വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ഈ വ്യക്തിന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ സംസാരിക്കുന്ന ഈ ഒരു ലീഡറിന്റെ പേര് പോലും എനിക്കറിയില്ല. എവിടെ നിന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ രണ്ടാളും എനിക്കറിയില്ല. ബട്ട് ക്യാൻ യു ബി സ്ട്രോങ് ഇനഫ് ആഷിഫ്? ഓക്കെ, വെരി ഗുഡ്. യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആഷിഫിനെ കണക്ട് ചെയ്യാം. ഹീസ് ദേ. ആസിഫിന്റെ നമ്പർ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അതിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ആരും ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും മതി. പറയാൻ പറ്റില്ല. ഏത് ഗ്രൂപ്പിലുള്ളത് നിങ്ങൾ? ഒരു സെൻസിറ്റൈവ് എന്ന് പറഞ്ഞ ഏതാണ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. സെൻസിറ്റൈവ് മലയാളം 2. നിങ്ങൾ അതിലാണോ? ആസിഫ് അതിലാണോ? ഇല്ല, അത് ലീഡേഴ്സ് ഇല്ല. എല്ലാവരും ലീഡേഴ്സ് അതില്. നിങ്ങളൊരു കാര്യം ചെയ്താൽ എനിക്ക് ആസിഫ് എനിക്ക് അയച്ചു തന്നാൽ മതി. രണ്ടാളും ഇന്നേറ്റ് കോൺടാക്ട് ചെയ്യാം. രണ്ടാളും ഇന്നേറ്റ് കോൺടാക്ട് ചെയ്യാം. ഞാൻ എക്സ്ചേഞ്ച് ചെയ്തോളാം, നമ്പർ എക്സ്ചേഞ്ച് ചെയ്തോളാം. ഓക്കെ, സോ ഓക്കെ, റൈറ്റ്. ഇന്നേറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് ഷെയർ ചെയ്തോളൂ. എക്സ്ചേഞ്ച് ദ നമ്പർ വിത്ത് യു ഓൾ. അപ്പോൾ അപ്പോഴേ എനിക്ക് പേര് അറിയുള്ളൂ. ആ നേരത്തെ പേര് പറഞ്ഞാൽ മതി. ഇപ്പം പേര് ആസിഫിന്റെ പേര് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പേര് പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആസിഫിന് ഒരു മെസ്സേജ് അയക്കാൻ പറ്റും. ഐ എം ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങളത് 3 പ്രാവശ്യം അയക്കണം. ഓരോ മണിക്കൂറിന്റെ 2 ഇന്റർവെല്ലിനും പിന്നെ ഒരു 2 മണിക്കൂറിന്റെ ഇന്റർവെല്ലിനും നിങ്ങൾക്ക് 3 പ്രാവശ്യം അയക്കാൻ പറ്റും. ഓക്കെ, പറ്റും. ഓക്കെ, അത് അയക്കണില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവര് പറയുന്ന അനുസരിച്ച്. അല്ല, അവർ കുറെ പറയും 20% ആകാതെ ആരാണ് അബ്ദുൾ സമദ് 20% പ്രോഫിറ്റിന്റെ 20% ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് GPay 5,000. അത് വേറെ ആള് അർഷാദ് GPay 5,000. ഓക്കെ, നിങ്ങൾ ചെയ്തില്ല 1000 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഓരോ ടൈമിന് 1000 അല്ലെങ്കിൽ ഓരോ ടൈമിന് 1000. അപ്പൊ നിങ്ങൾ നോക്കുക, ഓരോ ടൈമിന് 1000 ആണെങ്കിൽ എത്ര പോരം ടൈമും എത്ര പോരം മണി നിങ്ങൾ സേവ് ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യം നിങ്ങൾ അത് ചെയ്യുമ്പോൾ. ആസിഫ് അവിടെ ഇരിക്കുന്നത് നിങ്ങളെ പൈസക്ക് വേണ്ടിയിട്ടല്ല. ആസിഫ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈസ് എ ലീഡർ. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. നിങ്ങൾ സ്വന്തം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഞാൻ എന്റെ മണി സേഫ് ആക്കാൻ നോക്കും മാക്സിമം എന്റെ വർക്ക് ചെയ്തിട്ട്. എനിക്കത് എന്റെ മണി സേഫ് ആക്കലും ഇമ്പോർട്ടന്റ് ആണ്. എക്സാക്ട്ലി കറക്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് 3 സ്റ്റെപ്പ് എടുക്കുക. വാട്ട് ഇസ് ദ സ്റ്റെപ്പ് ദാറ്റ് യു ആർ ഗോയിങ് ടു ടേക്ക്? നമ്പർ 1, സെറ്റ് എ ടൈം ടേബിൾ. Right. Number 2, discipline to get into your zone. അതാത് സമയത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഡിസിപ്ലിൻ്റെ ഒരു പാർട്ട് ഇദ്ദേഹത്തിന് നിങ്ങളൊരു മെസ്സേജ് അയക്കുക എന്നുള്ള. Yes, of course. Would you be able to do that? Yes. And number 3, you work till നിങ്ങളെ വർക്ക് പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഏറ്റെടുക്കാതിരിക്കുക. അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പറ്റും. വിജയിക്കോ? യെസ്, പറ്റും സാർ. ഉറപ്പാണ്. ഞാൻ പലതും ഇങ്ങനെ പറയാം, പറ്റും. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നോട് ആ വാക്ക് പറഞ്ഞു. പക്ഷെ എന്നെക്കാളും വാക്ക് നിങ്ങളോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കമ്മിറ്റ്മെന്റ്. You agree? Okay, you're ready for that? Yes, I am ready. Okay, did you get some sort of clarity now? Yes, clarity. Did you get some clarity? നിങ്ങൾ അവിടെ നിന്നാണ് ബാക്ക്ഗ്രൗണ്ട് നിന്നാണ് വോയിസ് വരുന്നത്? അല്ല, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അത് ക്ലാരിറ്റി കിട്ടിയപ്പോ നിങ്ങൾക്ക്? ക്ലാരിറ്റി കിട്ടി. വരുമ്പോ എത്രയായിരുന്നു? 0 to 10? 4. ഇപ്പോഴോ? ഇപ്പൊ 10.
സർട്ടിഫിക്കറ്റ് കിട്ടില്ല എനിക്ക്. Okay. Thank you very much. Thanks a lot. Thank you very much.